അസ്സലാമലൈക്കും. എൻ്റെ പേര് ഷിഫാന ഫാരിസ്. ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീട് മൊത്തം ചോർച്ചയാണ്. ഞങ്ങളെ സഹായിക്കാൻ പോലും ആരില്ല. എൻ്റെ ഉമ്മാക്ക് ആക്സിഡന്റ് ആയിട്ട് 6 മാസം കിടപ്പിലായിരുന്നു. എൻ്റെ ഉമ്മാനെ നോക്കാൻ പോലും ആരിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ പോലും സാമ്പത്തിക അവസ്ഥ ഇല്ലാതെ ഇരിക്കുകയാണ് എൻ്റെ ഉമ്മ. പഠിച്ചവൻ ആലോചിച്ചുകൊണ്ട് എല്ലാരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എല്ലാരും മാക്സിമം ഞങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക. വാപ്പില്ലാത്ത കുട്ടികളാണ്. എൻ്റെ അനിയത്തിയുടെ ചെറുപ്പത്തിന് എൻ്റെ ഒപ്പം മരിച്ചുപോയി. ഞങ്ങക്ക് വേറെ ആരും തന്നെ ഞങ്ങക്ക് സഹായിക്കാൻ ആരുമില്ല. ഞങ്ങള് കൂടെ പിറപ്പായി കണ്ടിട്ട് ഞങ്ങളൊന്ന് സഹായിക്കണം. പഠിച്ചവൻ ആലോചിച്ച് ഞങ്ങളെ കൈവിടരുത് പ്ലീസ്. അസ്സലാമലൈക്കും. എല്ലാരും ഞങ്ങളെ സഹായിക്കണം. പഠിച്ചവനെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് ആമിന. ഇതെന്റെ 2 മക്കളാണ്. ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ഞങ്ങളുടെ ഇരിക്കുന്ന വീട് പോലെ അത് ചോർന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. എന്റെ 2 മക്കളെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എനിക്ക് വണ്ടി ഇടിച്ചിട്ട് കാലില് പരിക്കുണ്ട്. 6 മാസം കിടപ്പിലായിരുന്നു. അതുകൊണ്ട് പഠിച്ചോർത്ത് ഞങ്ങളെല്ലാവരും കൈവിടരുത്, സഹായിക്കണം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു കാഴ്ചയിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ശക്തമായ മഴയിൽ പോലും ഈ പാവപ്പെട്ട സഹോദരി നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടണമെന്ന് വിചാരിച്ചതല്ല. പുറത്ത് അതിശക്തമായ മഴയാണ്. ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു വീട് ഇപ്പൊ അടുത്തൊന്നും മലയാളി സമൂഹം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു ചാടാനായ ഒരു കൊച്ചു കൂര. ഇതിനിടയില് ഈ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളൊന്നും മുമ്പിൽ വന്ന് കൈ നീട്ടരുത് എന്ന് പടച്ചവന്റെ മുമ്പിൽ 5 നേരം നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി. പെട്ടെന്നുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ഈ സഹോദരിയുടെ കാൽ ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോ മെല്ലെ മെല്ലെ നടക്കാൻ സാധിക്കും. ഇപ്പോ കസേരയിൽ ഇരുന്നു കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ഈ പാവപ്പെട്ട പൊന്നുമോള് നമ്മുടെ മുമ്പിൽ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം, ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടണമെന്ന് ആഗ്രഹിച്ചതല്ല എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടിക്കരയുന്ന ഈ പൊന്നുമോളുടെ ഒരു ദയനീയമായ കാഴ്ച കണ്ടപ്പോ ഹൃദയമുള്ള മലയാളി സമൂഹമേ കരഞ്ഞുപോയി. മഴ പെയ്തു കഴിഞ്ഞാല് പാത്രം വെച്ചിട്ട് കാത്തിരിക്കാണ്, ആ പാത്രം മറഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. ആ ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ കണ്ടാല് നമുക്ക് സങ്കടം വരും. പ്രിയപ്പെട്ടവരെ, മേലെ ഒരു അടച്ചുറപ്പുള്ള ബാത്റൂമല്ല, ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഈ പ്രായപൂർത്തിയായ പൊന്നുമോള് അപ്പൊ എന്റെ അടുത്ത് പറയാ, സത്യം പറഞ്ഞ രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കല കുളിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളല്ലാതെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിന് മറ്റാരുമില്ല. അതിശക്തമായ മഴയാണ് പുറത്തു പെയ്യുന്നത്. പക്ഷേ ഈ കുടുംബം ഈ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ സങ്കടം മറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ മഹല്ലും അതുപോലെ നല്ലവരായ നാട്ടുകാരൊക്കെ നമ്മളെ വിളിച്ചു. അന്നും ഈ കുടുംബത്തോട് ഈ കാര്യം പറഞ്ഞപ്പോ ഒന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്, വീഡിയോ ചെയ്യാതെ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ ഇക്കാന്ന്. പക്ഷെ യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയുള്ള മലയാളി സമൂഹമേ, ഈ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ട് കാണാതെ പോയാല് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നാളെ നമ്മൾ ഖേദിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ പാവപ്പെട്ട സഹോദരിയെയും ഈ 2 പെൺമക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മലമൂത്ര വിസർജനം പോലും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം മേലെയെല്ലാം ഓപ്പണിംഗ് ആണ്. ഈ ഒരു പരിസരത്ത് വെച്ചിട്ട് ഒരു നാട്ടുകാരൊക്കെ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സഹായിച്ചു. പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് അഭ്യർത്ഥിക്കുന്നത്. ഈ യതീമായ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം പ്രിയപ്പെട്ടവരെ. നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പറാണ്. എന്റെ പേര് സോമൻ എന്നാണ്. അപ്പൊ ഈ ആമിന ഈ ഭാഗത്ത് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. ചെറുപ്പത്തിലെ 2 കുട്ടികളുമായിട്ട് അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് അവർ കഴിയുന്നത്. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമാണ്, ജീവിക്കാറില്ല. പക്ഷെ ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്തിൽ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്.
അത് അന്വേഷണത്തിന് വന്നവര് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് അതിന് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ലൈഫ് പദ്ധതിന് ജനറൽ വിഭാഗത്തിന് കൊടുക്കാനും സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. വളരെ പുറകിലാണ് കിടക്കുന്നത്. എപ്പോൾ കിട്ടും, എപ്പോൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനു വേണ്ടി കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആറ്റുവായി ജുമാഅത്തിലെ അംഗമായ സഹോദരി ആമിന എന്നവരും 19 വയസ്സായ ഒരു പെൺകുട്ടിയും 8 വയസ്സുള്ള ഒരു മകളുമാണ് ഈ കാണുന്ന ചെറിയ വീട്ടിൽ താമസിക്കുന്നത്. അവരുടെ ദയനീയാവസ്ഥ ആറ്റുവായി ജുമാഅത്ത് ബഹുമാനപ്പെട്ട മൊയ്തീൻ സാഹിബ് അവരുകളെ അറിയിക്കുകയും അവിടുത്തെ ഉസ്താദും മഹലിലെ ഖത്തീബ് എന്ന നിലക്ക് ഞാനും ഇവിടെ എത്തിപ്പെട്ട് ഇവിടെ കാണുന്ന ഈ കാഴ്ച വല്ലാത്ത ദയനീയാവസ്ഥയുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല നിങ്ങൾക്കും ഇതിന് സഹകാരികളായ മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഞങ്ങളെ മഹലിൽ താമസിക്കുന്ന ഞങ്ങളറിയുന്ന ഒരു സഹോദരിയുടെ സഹായ അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയായ 2 പെൺമക്കളെ വെച്ച് ഭർത്താവില്ലാതെ വളരെ പ്രയാസപ്പെട്ട് ഈ ഒരു കോറിയിലാണ് അവർ താമസിക്കുന്നത്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അവരെ നല്ലതുപോലെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.